ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഡേ 2 എൻ്റെ 75 ഹാർട്ട് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുൾ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ സാധാരണ വീക്കെൻഡ് ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നൈറ്റോട് കൂടിയിട്ടൊക്കെ ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇന്നലെയും പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തീർക്കണം. പിന്നെ അതുപോലെ തന്നെ സോന, പിന്നെ ജിമ്മ്, ഇതെല്ലാം ആയിരിക്കും ഇന്നത്തെ പ്ലാന്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഞാൻ 2 മാനുഫാക്ചറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ ബാംഗ്ലൂരുള്ളത് കൊണ്ട് അവനും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമ്പിൾസൊക്കെ എടുത്ത് നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരാളെന്തായാലും കൺഫേം ആക്കും. അപ്പം ഇനി എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം തീർക്കണം. ഇപ്പോൾ ഏകദേശം 11:45 അപ്പോൾ വേഗം തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ. Just think about the answer. Write it out. Whatever the mental movie that your mind. You right now, life anyway. There's a reason why I've started. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഞാൻ മാക്സിമം മീറ്റ് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മീറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. മീറ്റ്, പിന്നെ അതുപോലെ എഗ്ഗ്, അങ്ങനത്തെ ഫുഡിലേക്ക് കടക്കണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കാർബ് എന്ന് വെച്ചാൽ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാർബാണ് കഴിക്കൽ കൂടുതലും. അപ്പോൾ കംപ്ലീറ്റായിട്ട് മീറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യണം. പിന്നെ ഇന്ന് കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടെന്ന് ചെയ്യേണ്ട. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 10:30 ഇന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം ജിമ്മിന് പോയി വരുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഒന്ന് സോന ചെയ്ത്, പിന്നെ സ്വിമ്മിങ് പൂളിൽ കുറച്ച് നേരം
സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. അതിൽ എന്താ മെയിനായിട്ട് ലേറ്റ് ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവുള്ളൂ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ മാറിയിട്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ഞാൻ ഇതുവരെ ഉള്ളതിൽ ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ഡേ എന്ന് ഇവിടെ ഉള്ളതിൽ ഒരു ബെസ്റ്റ് ഡേ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഞാൻ ഒരു ദിവസം ഇവിടെ പുറത്ത് വെച്ചിട്ട് ഇവിടെ ഒരു ഒരു എന്താ പറയുക, പുതിയതായിട്ട് ഇങ്ങോട്ട് മാറിയിട്ടുള്ളൊരു എൻ്റെ ഒക്കെ ഒരു ഏജിലുള്ളൊരു 26-27 ഏജിലുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നോമ്പിൻ്റെ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കുറച്ച് നേരം സംസാരിച്ച് എനിക്ക് ആ സംസാരത്തിൽ തന്നെ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് മാർക്കറ്റിംഗ് തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ അന്ന് ഞാൻ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ഷെയർ ചെയ്തിട്ട് ഇവൻ്റെ ഫോൺ അന്ന് സ്വിച്ച് ഓഫ് ആയി പോയി എന്നാണ് തോന്നുന്നത്. കാരണം റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണാണെങ്കിൽ ഞാൻ റൂമിൽ വെച്ചിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഞാൻ പുറത്ത് വെച്ചിട്ടാണ് കണ്ടത്. അങ്ങനെ ഇന്ന് ഞാൻ അന്ന് ആ സമയത്ത് സംസാരിച്ചപ്പോൾ എന്നോട് വർക്കൗട്ട് ചെയ്യാൻ വരില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് ഇപ്പം ഞാൻ കുറവാണ്, റമദാൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിട്ട് ഞാൻ വരാൻ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചത് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഇന്നാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് തിരക്കിൽ പെട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരാഴ്ച മൊത്തം അങ്ങനെ പോയി, പെരുന്നാൾ കഴിഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ അവന് ഇവിടെ ഉണ്ടായിരുന്നില്ല, അവൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഈ ഒരു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ജിമ്മിൽ വെച്ചിട്ട് ഞാനിങ്ങനെ കണ്ട് സംസാരിച്ച്. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അവൻ്റെ വർക്കൗട്ട് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച്, വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചു. നല്ല ഒരു കണക്ഷൻ വന്ന്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അവൻ സോന ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ സോനയിലേക്ക് ചെന്നപ്പോഴും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അപ്പോൾ അവന് ആ സമയത്ത് ഉണ്ട്, അവൻ സ്വിമ്മിങ് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നേരെ സോനയിലേക്ക് വീണ്ടും വന്ന് ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് അവൻ രണ്ട് സെഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ സെഷൻ ചെയ്യാറുള്ളൂ, അവൻ 2 സെഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ സോനയിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് നേരം സംസാരിച്ച്. ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച്, വർക്ക് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പോൾ അവന് ഒരു കണക്ഷൻ എനിക്ക് എപ്പോഴും എനിക്കിതുവരെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നേ പിന്നെ എനിക്കിതുവരെ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം ഒരേ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു വന്നപ്പോഴും സംസാരിച്ച് വന്നപ്പോഴും ഒരേ ഒരു മൈൻഡ് സെറ്റ് പോലെ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച്, സോനയിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ച്. കാരണം ഞാൻ ഇത്ര ഹീറ്റിൽ ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. ഇത്ര എന്താ പറയുക, അവനായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ എന്തോ ഒരു കണക്ഷൻ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവൻ മാർക്കറ്റിങ്ങിൽ എക്സ്പെർട്ടാണ്. അപ്പോൾ അവൻ PR വർക്കും കാര്യങ്ങളൊക്കെ അവൻ എക്സ്പെർട്ടായിട്ട് അവൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത് അതിലാണ്. അപ്പം ഞാനും ചെറിയ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്, പെയ്ഡ് ആഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ബേസ് ചെയ്തിട്ടും കുറേ നേരം സംസാരിച്ച്, പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും സംസാരിച്ച്, പിന്നെ വർക്കൗട്ട് ഫിറ്റ്നസ്സും കാര്യങ്ങളായിട്ട് കുറേ സംസാരിച്ച്. അപ്പോൾ നല്ല രീതിയിലൊരു കണക്ഷൻ അങ്ങനെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സോനയിൽ ലാസ്റ്റ് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ആയപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊന്നും കൂടി ഹീറ്റ് കൂട്ടാം. കാരണം ഇത്ര ഹീറ്റിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ലാസ്റ്റൊക്കെ ആയപ്പോൾ എന്താ പറയുക, കണ്ണിലൊക്കെ ആകെ ഇപ്പോഴും എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ടയേർഡാണ്. അങ്ങനെ അവൻ തന്നെ ഒരു 30 ലാസ്റ്റ് ആയപ്പോൾ ഒരു 30 സെക്കൻഡോളം ഹീറ്റ് കൂട്ടി അതിലങ്ങോട്ട് ഇരുന്ന്. അങ്ങനെ നല്ല 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 ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ കിട്ടിയ പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കിതുവരെ ഇവിടുന്ന് കിട്ടാത്തതായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാനന്ന് അവിടുന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് മാറി. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള എന്താ പറയുക, മാറിയിട്ടുള്ളൊക്കെ
സിറ്റുവേഷനിൽ ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ ആയാലും ഇപ്പോൾ ഇവിടെ ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിപ്പോൾ ഫിറ്റ്നസ് ആയാലും ശരി, ബിസിനസ് ആയാലും ശരി, നമ്മളേതിനും ഒരേ മൈൻഡ് സെറ്റിൽ ഒരേ ഒരു തോട്ടിലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ സോണിൽ ഇത്ര ഹീറ്റിൽ ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യൂല. പക്ഷെ അങ്ങനെ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തപ്പോൾ അങ്ങനെ അതിരുന്ന് എപ്പോഴും അങ്ങനെ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങളെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുക. എന്താ പറയുക, ആ കണക്ഷൻ എപ്പോഴും നിലനിർത്തുക. അത് നിങ്ങളെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കും. ലൈഫിൽ എന്തെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യണം, ഗോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളായിരിക്കും എപ്പോഴും.